സ്റ്റോറിറ്റെല്ലറിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അഡ്വഞ്ചേഴ്സിൻ്റെ banyantree രണ്ടാമത്തെ ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. അല്ല, ഒന്നാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. That was the time I saw a mongoose and a cobra fight to death in the garden, while I saw directly above them in the banyan tree. It was an April afternoon, and the warm breezes of approaching summer and had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim, when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight to the cobra. In a clearing beneath the tree, in bright sunshine, they came face to face. സംഭവം ഇതാണ്. അപ്പോൾ ആ സംഭവം മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് ആൽമരത്തിൻ്റെ മുകളിൽ ഇരുന്ന് നമ്മുടെ റസ്കിൻബോണ്ട് കാണുന്ന ഒരു റയറായിട്ടുള്ള കാഴ്ചയാണ്. അദ്ദേഹത്തിന് സമ്മർ കാലം മുഴുവൻ ഓർക്കുവാൻ, ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. സാധാരണ യൂഷ്വലി അവിടെ ഒരു സംഭവം നടക്കാറില്ല, പക്ഷെ ഇത് ഭയങ്കര സംഭവമായിരുന്നു. നോക്കുക, ദാറ്റ് വാസ് ടൈം ഐ saw a mongoose and a cobra fight to death in the garden. ഒരു കോബ്രയും മൂർഖനും മംഗൂസ് മീൻസ് കീരിയും കൂടി അടി കൂടുന്നു. അവരുടെ തമ്മിലുള്ള ഫൈറ്റ്, പാമ്പിന്റെ മരണത്തിലേക്ക് വഴിതിരിച്ചു വിട്ട ഒരു ഫൈറ്റ്. വൈൽ ഐ സാറ്റ് ഡയറക്റ്റ്ലി അബൌവ് ദം ഇൻ ദ banyan tree. ഇവരുടെ ഫൈറ്റ് ഞാൻ എവിടെ നിന്ന് കണ്ടു? മുകളിൽ, banyan treeയുടെ മുകളിൽ നിന്ന് നേരിട്ട് ഞാൻ കണ്ടു. ഞാൻ എൻ്റെ മുകളിൽ നിന്നപ്പോൾ ഈ മരത്തിന്റെ ചുവട്ടിൽ ലൈവായിട്ടൊരടി. ആരൊക്കെ? ദ മംഗൂസ് ആൻഡ് എ കോബ്ര. സംഭവം ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. ഏപ്രിൽ മാസത്തെ ഒരു ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷം. ഏപ്രിൽ മാസം വെച്ച് നല്ല ചൂടുള്ള സമയം. And the warm breeze of approaching summer had sent everyone, including grandfather, indoor. വരാനിരിക്കുന്ന വേനൽക്കാലത്തിന്റെ മുന്നോടിയായി ഉണ്ടാവുന്ന വാം ബ്രീസ്, ചൂട് കാറ്റ്, ചൂട് തെന്നൽ, എല്ലാവരെയും ഏതിനകത്താക്കി? ഇൻസൈഡ് ദ ഹൗസ്, ഇൻക്ലൂഡിങ് ഗ്രാൻഡ്ഫാദർ. ആരും പുറത്തിറങ്ങുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ഭയങ്കര ചൂടുള്ള കാലാവസ്ഥ. പുറത്തിറങ്ങി ഭയങ്കര ചൂട്, ശരീരത്തിലെ ജലം മൊത്തം നിർജ്ജലീകരണം വന്ന് പോകുന്നു. അതുകൊണ്ട് എല്ലാവരും ഇൻസൈഡ് ദ ഹൗസ്, എല്ലാവരും എവിടെയാണ്? വീട്ടിനകത്താണ്. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി. എനിക്കും മയക്കമുണ്ടായി. മൈസെൽഫ് ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. ഞാൻ വിചാരിച്ചു, ഭയങ്കര മുഷിപ്പ്, ഈ മുഷിപ്പ് എന്ത് ചെയ്യും? വീടിൻ്റെ പിറകിലുള്ള കുളത്തിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോഴൊന്ന് ഫ്രഷ് ആവും. When I saw a huge black cobra gliding out of the clumps of cactus. പെട്ടെന്ന് a huge cobra, ഒരു വലിയ മൂർഖൻ, കാക്ടസ്, കള്ളിമുൾച്ചെടിയുടെ ഇടയിൽ നിന്നും ഇഴഞ്ഞു വരുന്നു. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. എന്നിട്ട് എന്ത് ചെയ്തു? കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ, ആ പൂന്തോട്ടത്തിന്റെ തണുത്ത സ്ഥലത്ത് പോയി കിടന്നു. At the same time, a mongoose, whom I had often seen. ഈ സമയത്ത് തന്നെ ആ മംഗൂസ്, ആ കീരി, അവനെ ഞാൻ മിക്കപ്പോഴും കാണും. ഈ കീരിയെ ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട്. അവൻ എമർജ്ഡ് ഫ്രം ദ ബുഷസ്, ഈ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നും ചാടി വീണു. വെന്റ് സ്ട്രേറ്റ് ടു ദ കോബ്ര. ആരുടെ അടുത്തേക്ക് ചെന്നു? കോബ്രയുടെ അടുത്തേക്ക് ചെന്നു. കോബ്ര ആൻഡ് മംഗൂസ് ഫേസ് ടു ഫേസ്. In a clearing beneath the tree, in bright sunshine, they came face to face. ആ തെളിഞ്ഞ മരത്തിന്റെ ചുവട്ടിലെ തെളിഞ്ഞ ഇടത്ത് ഇവർ മുഖത്തോട് മുഖം നോക്കി. കോബ്രയും കീരിയും മുഖത്തോട് മുഖത്ത് നോക്കി എനിക്ക് ഏത് സമയവും ആക്രമിക്കും എന്നുള്ള രീതിയിൽ കീരിയും ആരും കോബ്രയും ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം നോക്കി. Cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. But the cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the saws behind his long sharp fangs were full of deadly venom.
It was to be a battle of champions. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad, spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. In past, the very thickness of his hair had saved him from bites that would have been fatal to others. They stood face to face. മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് കോബ്രയും മാംഗൂസും. Cobra knew only too well that the grey mangoose, 3 feet long, was super fighter, clever and aggressive. കോബ്രയ്ക്ക് നല്ല പോലെ ആരെ അറിയാം? കീരി അറിയാം. ഈ 3 അടി നീളമുള്ള, വെറും 3 അടി മാത്രം നീളമുള്ള ഇവൻ വളരെ സൂപ്പർ ഫൈറ്റർ ആണെന്നും ക്ലവർ ആൻഡ് അഗ്രസീവ് ആണ്. നല്ലൊരു ഫൈറ്ററും അപ്പം തന്നെ ക്ലവർ, ബുദ്ധിയുള്ളവനും അഗ്രസീവ്, ആക്രമണ സ്വഭാവമുള്ളവനുമാണെന്ന് നല്ല പോലെ ആർക്കറിയാം? കോബ്രയ്ക്ക് അറിയാം. ബട്ട് കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. എന്നാൽ കോബ്രയും അതുപോലെ തന്നെ എന്താണ്, സ്കിൽഫുള്ളും എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള, അനുഭവ സമ്പത്തുമുള്ള ഒരു ഫൈറ്ററാണ് ആര്? കോബ്രയും. കോബ്രയും മോശക്കാരനല്ല, കോബ്രയും എക്സ്പീരിയൻസ്ഡ് ആൻഡ് സ്കിൽഫുൾ, വളരെ കഴിവുമുള്ള ഒരു ആക്രമിയാണെന്നും കീരിക്കും അറിയാം. He could move swiftly and strike with the speed of light. He could move, അവന് വളരെ വേഗത്തിൽ മൂവ് സ്വിഫ്റ്റ്ലി, വേഗത്തിൽ ചലിക്കുവാനാവും. വിത്ത് സ്പീഡ് ഓഫ് സ്ട്രൈക്ക്, വിത്ത് സ്പീഡ് ഓഫ് എ ലൈറ്റ്, സ്പീഡിൽ ലൈറ്റിനേക്കാൾ വേഗതയിൽ, പ്രകാശത്തിനേക്കാൾ വേഗതയിൽ കൊത്താനുമാവും. ആൻഡ് ദ സാസ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്. ഫാങ്സ് മീൻസ് പണത്തിന്റെ സൈഡിലുള്ള വസ്തുള്ള സഞ്ചി. സാസ് മീൻസ് സഞ്ചിയിൽ, വിഷസഞ്ചിയിൽ ഫുൾ ഓഫ് ഡെഡ്ലി വെനം, വിഷം, കൊടിയ വിഷവുമുണ്ട്. ആർക്ക്? കോബ്രയ്ക്ക്. കോബ്രയും മോശക്കാരനല്ല, അവന് വളരെ സ്വിഫ്റ്റ് മീൻസ് വേഗത്തിൽ ഫണവിട്ട് ചലിപ്പിക്കാൻ കഴിയും. ആൻഡ് സ്ട്രൈക്ക്, എന്തിനേക്കാട്ടി സ്പീഡിൽ, പ്രകാശത്തിനേക്കാൾ വേഗതയിൽ കൊത്തുവാനുമാവും. ആൻഡ് സാസ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്. ഫാങ് മീൻസ് വിഷപ്പല്ല്. ഫാങ്സ് FANGS, ഫാങ്സ്, വിഷപ്പല്ലുകളുടെ അടിയിലായിട്ട് എന്തുണ്ട്? വിഷസഞ്ചിയുണ്ട്. ഷാർപ്പായ ഫാങ്സ് എന്തുണ്ട്? ആ വിഷസഞ്ചിയിൽ നിന്നും വിഷം കയറി വന്ന് കൊത്തുകൊണ്ട ഡെഡ്ലി വെനമാണ്. അതിനകത്ത് നിന്ന് മാരകമായ വിഷം, ഡെഡ്ലി വെനമും ആർക്കുണ്ട്? നമ്മുടെ പാമ്പിന്. ഇപ്പം ബോത്ത് ഫൈറ്റേഴ്സ് ആർ വെരി ഗുഡ് ഫൈറ്റേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ, ആൻഡ് ദേ ആർ വെരി ഡേഞ്ചറസ് ആൾസോ. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇത് 2 ചാമ്പ്യന്മാരുടെ യുദ്ധമായിരുന്നു, 2 വിജയികളുടെ യുദ്ധമായിരുന്നു. ആരൊക്കെയാണ്? വൺ ഈസ് കോബ്ര ആൻഡ് അതർ ഈസ് മാംഗൂസ്. ഹിസ്സിംഗ് ഡിഫിയൻസ്, ഹിസ് ഫോർക്ഡ് ടങ് ഡേർട്ടിംഗ് ഇൻ ആൻഡ് ഔട്ട്. ഹിസ്സിംഗ് ഡിഫിയൻസ്, ചീറ്റലോടുകൂടി, പാമ്പിന്റെ ചീറ്റൽ, ശൗര്യത്തോടുകൂടി ചീറ്റിക്കൊണ്ട് ഒരു പ്രതിരോധം, ആക്രമിക്കാൻ ഒരുങ്ങി. ആര്? പ്രതിരോധം തീർത്തു, ആക്രമിക്കാൻ ഒരുങ്ങി. ആര്? കോബ്ര. ഹിസ് ഫോർക്ഡ് ടങ് ഡേർട്ടിംഗ് ഇൻ ആൻഡ് ഔട്ട്. ഫോർക്ഡ് ടങ് മീൻസ് കീറിയ നാക്ക്. കണ്ടിട്ടുണ്ട്? പാമ്പിന്റെ നാക്ക് കണ്ടിട്ടുണ്ട്? കീറിയ നാക്ക് പുറത്തോട്ടും അകത്തോട്ടും ഇട്ട് കോബ്ര എന്ത് ചെയ്യാൻ പോയി? ആക്രമിക്കാൻ വരുന്നു. കോബ്ര റൈസ്ഡ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട്. 6 അടി നീളമുള്ള കോബ്ര 3 അടി ഇങ്ങനെ പൊങ്ങി. 6 അടി നീളം, പകുതിയോളം പൊക്കി ഇങ്ങനെ തല വെച്ചു. ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടാക്കിൾഡ് ഹൂഡ്. ഹൂഡ് മീൻസ് ബാണം. ഹൂഡ്, അതിന്റെ വിശാലമായ ബാണം ഇങ്ങനെ വിടർത്തി വെച്ചു. വിടർത്തി. ആൻഡ് സ്പെക്ടാക്കിൾഡ് ഹൂഡ് മീൻസ് അതിന്റെ നമ്മുടെ കണ്ണാടിയുടെ ചിത്രം പോലെ ഒരു മാർക്കുണ്ടല്ലോ ഈ ഭണത്തില്. പാമ്പിന്റെ ഭണത്തിനകത്തൊരു മാർക്കുണ്ട് കഴുത്തിന്റെ ഭാഗത്തായിട്ട്, അല്ലേ? അതിങ്ങനെ കാണുന്ന രീതിയിൽ വിടർത്തി വെച്ചു. The mongoose bushed his tail. മാംഗൂസ് എന്ത്? അവന്റെ ടെയിൽ, വാലിങ്ങനെ പൊക്കി, രോമം നിറഞ്ഞ വാലിങ്ങനെ ഉയർത്തി പൊക്കി. The long hair of his spine stood up. മുതുകത്തെ നീളമേറിയ രോമങ്ങൾ എണീറ്റ് നിന്നു. പ്രതിരോധത്തിനായിട്ട്, പാമ്പ് കടിച്ച് ഇളക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ്. രോമങ്ങളൊക്കെ എണീറ്റ് നിന്നു. ഭയങ്കര വലുപ്പം തോന്നി. കിരിക്ക്
ഭയങ്കര വലുപ്പം. കീരി ഇങ്ങനെയാണ് പാമ്പിനെ പറ്റിക്കുന്നത്. കീരി സാധാരണക്കാട്ടി വലുപ്പം കാണിക്കും. ഇവിടെ പാമ്പിന് അതിൻ്റെ ഐഡിയ കിട്ടത്തില്ല. പാമ്പിന് നല്ല കാഴ്ചശക്തിയില്ല, ഒരു ഉദ്ദേശം വെച്ചാണ് കൊത്തുന്നത്. അപ്പോൾ ഈ വലുപ്പം അപ്പോൾ ഒതുക്കുകയും വലുതാക്കുകയും ചെയ്യും ശരീരം. അപ്പോഴേ ഈ പാമ്പിന് വലിയ ബുദ്ധിമുട്ടാണ് ആക്രമിക്കാൻ. ഓക്കെ, അപ്പം തന്നെ പാമ്പ് ഇങ്ങനെ കൊത്തി എടുക്കുമ്പോൾ തന്നെ പാമ്പ് കീരി ചാടിക്ക് എൻ്റെ തലയിൽ കയറി പിടിക്കുകയും ചെയ്യും. അത്ര ഭയങ്കര സ്പീഡാണ് കീരിക്ക്. എന്തായാലും ഭണം പൊക്കി വിടർത്തി പേടിപ്പിച്ചു. പാമ്പിൻ്റെ ഒരു പേടിപ്പിക്കൽ ടെക്നിക്കാണ് ഈ ഭണം ഉയർത്തുക എന്ന് പറഞ്ഞത്. നമ്മളായാലും കണ്ടാൽ പേടിച്ചു. അതുപോലെ കീരിയും തയ്യാറെടുപ്പുകൾ നടത്തി. The long hair of his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. ഇവന്റെ പാസ്റ്റിൽ, ഇവന്റെ ഭൂതകാലത്ത് ഒരുപാട് മാരകമായ കൊത്തലുകളിൽ നിന്ന് അവൻ രക്ഷിച്ച ഒരു ഭാഗമാണ് ഇവന്റെ ഈ രോമം നിറഞ്ഞ ശരീരം, ഈ രോമാവൃതമായ ശരീരം. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് മാരകമായ കൊത്തുകളിൽ നിന്നും ആരെ രക്ഷിച്ചിട്ടുണ്ട്? കീരിയെ രക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മാരകമായിട്ടുള്ള യുദ്ധമാണ് ഇവിടെ നടക്കാൻ പോകുന്നു. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ രണ്ട് ചാമ്പ്യന്മാരും ചെയ്തു. രണ്ട് ചാമ്പ്യന്മാരും പാമ്പെന്താണ് ആക്രമിക്കാണ്ട് ചീറ്റി അല്ലേ, ഹിസ്സിങ് സൗണ്ടിൽ എന്തുണ്ട്, പിന്നെ സ്പ്രെഡ് ചെയ്തു, ഹൂഡ് സ്പ്രെഡ് ചെയ്തു, വിഷമൊക്കെ റെഡിയാക്കി വെച്ചു. കീരിയാണെങ്കിൽ രോമമൊക്കെ വിടർത്തി സൈസൊക്കെ ഒന്ന് വലുതാക്കി വെച്ചു. അടുത്ത പാരഗ്രാഫ്. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of two other spectators. One was a miner and the other a jungle crow, not a wily urban crow. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. Combatants were unaware of my presence. ഞാൻ ഇത് മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന എൻ്റെ സാന്നിധ്യം ഈ രണ്ടുപേരും തിരിച്ചറിഞ്ഞില്ല. പാമ്പും തിരിച്ചറിഞ്ഞില്ല, കീരിയും തിരിച്ചറിഞ്ഞില്ല. പക്ഷേ they soon become aware of the arrival of two other spectators. പക്ഷേ അവിടെ പുതുതായിട്ട് രണ്ട് സ്പെക്ടേറ്റേഴ്സ്, രണ്ട് കാണികൾ വന്നു. അവരുടെ സാന്നിധ്യം ഇവർ തിരിച്ചറിഞ്ഞു. പുതുതായിട്ട് രണ്ട് പേർ വന്നു. ആരൊക്കെ? Who are they? One was miner and other was a jungle crow. ഒരു മൈനയും ഒരു കാട്ട് കാക്കയും. നോട്ട് വില്ലി അർബൻ ക്രോ, നഗരത്തിലുള്ള ബുദ്ധിശാലിയായിട്ടുള്ള കാക്കയല്ല, ഒരു കാട്ട് കാക്ക. They had seen this preparation for battle. രണ്ടുപേരും ഇവരുടെ യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Had settled on the cactus to watch the outcome. ഈ അടിയുടെ റിസൾട്ട് വരാൻ വേണ്ടി ഇവർ രണ്ടുപേരും eagerly വെയിറ്റിംഗ് ആണ്. Had they been content only to watch? അവർക്ക് കണ്ടാൽ മാത്രം മതിയോ? ഇവരുടെ അടി കണ്ട് തൃപ്തരാവാൻ വേണ്ടി ഇരിക്കുന്നതാണോ എന്നറിയാമോ? എന്തായാലും all would have been well with both of them. നമ്മൾ എല്ലാവരും മൂന്ന് പേരും ഇവരുടെ ഈ അടി കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാനും കാക്കയും മൈനയും നല്ല രീതിയിൽ വാച്ച് ചെയ്തിരിക്കുകയാണ്. ആരുടെ അടി കാണുവാനായിട്ട്? നമ്മുടെ പാമ്പിന്റെയും കീരിയുടെയും അടി കാണാനായിട്ട്. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. Instead, fixing his gaze at the point just below the cobra's hood and opened the attack. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Immediately, the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. അങ്ങനെ യുദ്ധം തുടങ്ങി. പാമ്പും കീരിയും തമ്മിലുള്ള യുദ്ധം തുടങ്ങി. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. Cobra stood defensive, വളരെ പ്രതിരോധം തീർത്തു പാമ്പ്. ഡിഫൻസീവ് മെത്തേഡ്, അങ്ങോട്ട് ആക്രമിക്കാതെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാറാനുള്ള ഒരു നടപടി സ്വീകരിച്ച് നിൽക്കുകയാണ് ആര് കോബ്ര. സ്വയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, തൻ്റെ പത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടിയാട്ടിരിക്കുകയാണ്, ആട്ടിയാട്ടി ഇങ്ങനെ നിൽക്കുകയാണ് പത്തി.
ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസിനെ ഒരു കബളിപ്പിക്കുക, മായാജാലത്തിൽ പെടുത്തുക. കാരണം അവനൊരു കറക്റ്റായിട്ടുള്ള ഒരു എന്ത് കിട്ടാതിരിക്കാൻ, ലക്ഷ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പാമ്പിങ്ങനെ സൈഡിലോട്ടായി. ഇത് മേക്കിംഗ് ഫാൾസ് മൂവ്, ഒരു തെറ്റായ ചാട്ടം നടത്തുവാൻ. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാൽ പെട്ടെന്ന് ആക്രമിക്കും. ഇങ്ങനെ ആടിയിരിക്കുമ്പോൾ എവിടെ ചാടണമെന്നോ എവിടെ കടിക്കണമെന്നോ ആർക്ക് അറിയാതെ വരും, കീരിക്ക് അറിയാതെ വരും. ബട്ട് മാംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പണന്റ് ഗ്ലാസി അൺവിങ്ങിങ് ഐസ് ആൻഡ് റെഫ്യൂസ്ഡ് ടു മീറ്റ് ദം. പക്ഷെ പാമ്പിന്റെ ഈ സ്ഫടിക സമാനമായിട്ടുള്ളതും അതുപോലെ ഇഴമ ചിമ്മാത്തതുമായിട്ടുള്ള കണ്ണിന്റെ ശക്തി ആർക്കറിയാം? മാംഗൂസ് അറിയാം. അവൻ എന്ത് ചെയ്തു? ആൻഡ് റെഫ്യൂസ്ഡ് ടു മീറ്റ് ദം, അങ്ങോട്ട് പോയി ആക്രമിക്കാതെ അവിടെ തന്നെ ആര് നിന്നു? ആദ്യം കീരി അങ്ങോട്ട് പോയി ആക്രമിക്കാതെ കീരി അവിടെ തന്നെ നിന്നു. അപ്പൊ അങ്ങനെ എൻ്റെ കൂടെ കളിക്കേണ്ടെന്നുള്ള മെത്തേഡിൽ കീരി അവിടെ നിന്നു. പാമ്പും എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി നിന്നു. Instead, he fixing his gaze at a point just below Cobra's hood and opened the attack. കണ്ണിൽ നോക്കാതെ പാമ്പിന്റെ ഭണത്തിൽ, ഫിക്സഡ് ഗേസ് അറ്റ് പോയിന്റ് ജസ്റ്റ് ബിലോ കോബ്രാസ് ഹൂഡ് മീൻസ് ഭണത്തിന് താഴെയായിട്ട് കടിക്കുവാൻ ആര് തീരുമാനിച്ച പോലെ കീരി തീരുമാനിച്ചത് മുന്നോട്ട് വന്ന് ഒരു അറ്റാക്ക്. തലയിലും കണ്ണിലും നോക്കാതെ അതിന്റെ പത്തിക്ക് കടിക്കാനുള്ള ഒരു പുറപ്പാടിലായിരുന്നു ആര്? കീരി. മൂവിങ് ഫോർവേഡ് ക്വിക്കലി അൻറ്റിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ എ കോബ്രാസ് റീച്ച്. മുന്നോട്ട് വന്നു കോബ്രയ്ക്ക് എത്താവുന്ന രീതിയിൽ, എത്താൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്തു? ആര് വന്നു നിന്നു? മാംഗൂസ് വന്നു നിന്നു. ഹി മേഡ് എ ഫെയിൻറ്റ് ടു ഓൺ സൈഡ്. അവൻ ജസ്റ്റ് ഒരു സൈഡിലോട്ടൊന്ന് മാറി, ഒരു ഫാൾസ് ആയിട്ടുള്ള ഇങ്ങനെ ആക്രമിക്കാൻ വരുന്ന കണക്കൊരു ജമ്പിങ് നടത്തി. ഇമ്മീഡിയറ്റ്ലി കോബ്ര സ്ട്രക്ക്. കോബ്ര വിചാരിച്ച് കടിക്കാൻ വരുന്നതാണെന്ന്. കീരി ജസ്റ്റ് ഇങ്ങനെ ചാടുന്നതാണ് കാണിച്ചേ ഉള്ളൂ. പക്ഷെ പാമ്പ് വിചാരിച്ച് കടിക്കാൻ വരുന്നതാണ്. ഹിസ് ഗ്രേറ്റ് ഹൂഡ് കം ഫോർവേഡ് സോ സ്വിഫ്റ്റ്ലി ആൻഡ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. വളരെ വേഗത്തിൽ ആര് കുത്തി? കോബ്ര കീരിയെ കൊത്തി. ഞാൻ വിചാരിച്ചു കീരിയുടെ കാര്യം തീർന്നു. കാരണം അത്ര വേഗത്തിലായിരുന്നു ആരുടെ കൊത്ത്? കോബ്രയുടെ. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു ഓൺ സൈഡ്. പക്ഷേ ആ കുഞ്ഞൻ, ആ കൊച്ചു കീരി അതിൻ്റെ ഘട്ടം വേഗതയിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. ആൻഡ് ഡേർട്ട് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്രയെ കാട്ടിയും വേഗത്തിൽ ബൈറ്റ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക് ആൻഡ് ഡേർട്ടിങ് എവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. കോബ്രയെ കാട്ടിയും വേഗതയിൽ അതിൻ്റെ ഈ കൊത്തുകൊണ്ട് കുഞ്ഞപ്പം കഴുത്തിൽ ഒരു കടിയും കടിച്ച് വേഗത്തിൽ ആര് മാറി നിന്നു? കീരി. അപ്പോഴൊരു കടി ആർക്ക് കൊണ്ടു? കോബ്രയ്ക്ക് കൊണ്ട്. കോബ്ര കൊത്തി ഇങ്ങനെ കുനിഞ്ഞതും ഇവിടെ ഒരു കടി കടിച്ച് ചാടി ആര് പോയി? മംഗൂസ്. അതാണ് അതിൻ്റെ സ്പീഡ്, വേഗത. എപ്പോഴും പാമ്പിനെ കീരി തോപ്പിക്കുന്നതിൻ്റെ സ്പീഡ് കാരണമാണ്. പാമ്പ് കൊത്തി കുനിഞ്ഞതേ ഉള്ളൂ, അവിടെ ചാടി ഒരു കടി അടിച്ചിട്ട് ഡേർട്ടിങ് അവേ മാറി, പാമ്പിനെത്താത്ത രീതിയിൽ മാറി നിന്നു. അടി തുടങ്ങി ആരൊക്കെ? പാമ്പും. എനിക്കും കാക്കയ്ക്കും മൈനയ്ക്കൊക്കെ സന്തോഷമായി. സൂപ്പർ അടിപൊളി. അഡ്വഞ്ചേഴ്സ് ഓഫ് ബനിയൻ ട്രീയുടെ രണ്ടാമത്തെ ഭാഗവും ഇവിടെ അവസാനിച്ചു. ഇനി അവസാനത്തെ ലാസ്റ്റ് ഭാഗവുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.